പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലെ വലിയ ദുരൂഹതയ്ക്ക് വിരാമമിട്ട് മുൻ പ്രധാനമന്ത്രിയും പ്രമുഖ ക്രിക്കറ്റ് താരവുമായ ഇമ്രാൻഖാന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ്. ഇമ്രാൻഖാൻ ജയിലിൽ വെച്ച് മരണപ്പെട്ടു എന്നതുൾപ്പെടെയുള്ള അഭ്യൂഹങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നതിനിടെയാണ് അദ്ദേഹത്തെ തടവിലാക്കിയിട്ടുള്ള റാവൽപിണ്ടിയിലെ അതിയാല ജയിലിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ജയിൽ അധികൃതരും അദ്ദേഹത്തെ സന്ദർശിച്ചവരും നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇമ്രാൻഖാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. എന്നാൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സഹോദരിമാർ ഉൾപ്പെടെയുള്ളവർ മരണവാർത്ത പ്രചരിക്കുന്നതിനിടെ അദ്ദേഹത്തെ കാണാൻ അനുമതി തേടിയത്? അതിയാല ജയിലിന്റെ അകത്ത് ഇമ്രാൻഖാൻ എങ്ങനെയാണ് കഴിയുന്നത്? പാക് രാഷ്ട്രീയത്തിലെ ഈ ദുരൂഹതയുടെ വിശദാംശങ്ങളിലേക്ക്. തോഷാഖാന കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാൻ പൂർണ്ണ ആരോഗ്യവാനാണ് എന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് യാതൊരു പ്രശ്നവുമില്ലെന്നും അതിയാല ജയിലിലെ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നു. ജയിൽ അധികൃതരുടെ ഈ സ്ഥിരീകരണം വരുന്നത് രാജ്യത്തുടനീളം വർദ്ധിച്ചുവരുന്ന പൊതുജന അശാന്തിയുടെ പശ്ചാത്തലത്തിലാണ്. ഇമ്രാൻഖാന്റെ സഹോദരിമാർ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ അനുമതി നിഷേധിക്കപ്പെട്ടിരുന്നു. ഇതിനെതിരെ പ്രതിഷേധിച്ച ഇമ്രാൻഖാന്റെ സഹോദരിമാർക്ക് പോലീസ് മർദ്ദനം ഏൽക്കേണ്ടി വന്ന സംഭവവും പൊതുജന വികാരത്തെ വ്രണപ്പെടുത്തിയിരുന്നു. ഇമ്രാൻഖാന്റെ പാർട്ടിയായ PTI ജയിലിലെ സന്ദർശന വിലക്കുകളും വിവരങ്ങളുടെ അഭാവവും കാരണം തങ്ങളുടെ നേതാവിന്റെ സുരക്ഷയിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. ഈ ആശങ്കകളെല്ലാം അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടിയെന്ന് വേണം പറയാൻ. എന്തായാലും ജയിലിൽ ഇമ്രാൻഖാനെ സന്ദർശിക്കാൻ അനുമതി ലഭിച്ച അഭിഭാഷകർ, കുടുംബാംഗങ്ങൾ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവരും അദ്ദേഹത്തിന് ആരോഗ്യപരമായി യാതൊരു പ്രശ്നവുമില്ലെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇമ്രാൻഖാന്റെ ആരോഗ്യത്തെക്കുറിച്ച് വിഷബാധയേറ്റു, ചികിത്സ നിഷേധിച്ചു തുടങ്ങിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ ശക്തമായതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പുതിയ സ്ഥിരീകരണങ്ങൾ വരുന്നത്. റാവൽപിണ്ടിയിലെ അതീവ സുരക്ഷാ ജയിലായ അതിയാല ജയിലിന്റെ ഒരു പ്രത്യേക ബ്ലോക്കിലാണ് ഇമ്രാൻഖാനെ പാർപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ചില പ്രത്യേക സൗകര്യങ്ങൾ അധികൃതർ ഒരുക്കിയിട്ടുമുണ്ട്. ജയിലിനുള്ളിൽ പ്രഭാത സവാരിക്കും വ്യായാമത്തിനുമായി പ്രത്യേകം സൗകര്യം അനുവദിച്ചിട്ടുണ്ട്. വായിക്കാൻ പുസ്തകങ്ങളും ലഭ്യത അനുസരിച്ച് പത്രങ്ങളും ലഭിക്കുന്നുണ്ട്. ഒപ്പം ജയിൽ നിയമങ്ങൾ അനുസരിച്ച് അനുവദനീയമായ ഇടവേളകളിൽ കുടുംബാംഗങ്ങളുമായും അഭിഭാഷകരുമായും കൂടിക്കാഴ്ചയും നടത്തുന്നുണ്ട്. ഇമ്രാൻഖാന്റെ ജയിൽവാസം പാകിസ്ഥാനിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ കോളിളക്കമാണ് ഉണ്ടാക്കുന്നത്. അദ്ദേഹത്തിന്റെ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് PTI പാർട്ടി ഇപ്പോഴും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. ഇമ്രാൻഖാന്റെ ആരോഗ്യസ്ഥിതി മോശമാണ് എന്ന പ്രചരണങ്ങൾക്ക് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ഞങ്ങളുടെ നേതാവ് സുരക്ഷിതനല്ല എന്ന ഭയം അണികളിൽ ഉണ്ടാക്കി. സർക്കാരിനും സൈന്യത്തിനും മേൽ സമ്മർദ്ദം ചെലുത്തുക എന്നതാണ് ഈ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെ രാഷ്ട്രീയ എതിരാളികളും ചില വിഭാഗങ്ങളും ലക്ഷ്യമിടുന്നത്. ഒരു മുൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇമ്രാൻഖാന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ജയിൽ അധികൃതരുടെയും സർക്കാരിന്റെയും ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. ഇമ്രാൻഖാൻ പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന സ്ഥിരീകരണം അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് ആശ്വാസം നൽകുമെങ്കിലും പാക് രാഷ്ട്രീയത്തിലെ ദുരൂഹത ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് വേണം പറയാൻ. മുൻ പ്രധാനമന്ത്രിയുടെ ജയിൽവാസം രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയിലും അതുപോലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിലും ഉണ്ടാക്കുന്ന സ്വാധീനം വളരെ വലുതാണ്. അദ്ദേഹത്തിന്റെ നീതിന്യായപരമായ പോരാട്ടങ്ങൾക്ക് പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ ഇനിയും വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്നതിൽ സംശയമില്ല.